ഗുഡ് മോർണിംഗ്. എണീറ്റ് ഫ്രഷപ്പായി നേരെ വന്നത് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാനാണ്. വന്നപ്പോൾ കണ്ടതോ നല്ലൊരു കുളിസീനും. 6:15 ആയതേ ഉള്ളൂ. ഇത്ര രാവിലെ കുളിച്ച് എങ്ങോട്ടാണോ പോകാൻ നിൽക്കുന്നത്. അങ്ങനെ വെക്കേഷൻ ടൈം എങ്ങനെ കടന്നുപോയെന്നറിയത്തില്ല. ഒരാഴ്ച മുന്നേ മക്കളും നമ്മളും ഒക്കെ തയ്യാറെടുപ്പിലായിരുന്നല്ലോ. ബുക്ക് പൊതിയൽ, പുസ്തകം പൊതിയൽ, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ നമ്മൾ മാനസികമായി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. ഇവിടുത്തെ മക്കൾക്ക് ഇന്ന് ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ ലഞ്ചിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും സ്നാക്സ് കൊടുത്തു വിടണം. കാരണം വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കയറി ഇറങ്ങി കഴിച്ചുകൊണ്ടിരിക്കും. ആ ശീലത്തിൽ നിന്നൊന്നും മാറി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു ചെറിയ സ്നാക്സും കൂടെ കൊടുത്തു വിടും. ലഞ്ച് കൊടുത്തു വിടണ്ട എങ്കിലും ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് ആ കുക്കിംഗ് അങ്ങ് ചെയ്യുമ്പോൾ ആ പരിപാടി അങ്ങ് കഴിഞ്ഞ് കിട്ടും. അങ്ങനെ ആദ്യമേ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചു. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ദോശ ഉണ്ടാക്കലാണ്. ഒരു ദോശ ഇടണമെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ വേണമല്ലേ. ദോശക്കല്ല് വേണം, ദോശമാവ് വേണം, അത് തേക്കാനുള്ള എണ്ണ വേണം, അത് തേക്കാനുള്ള ബ്രഷ് വേണം, പിന്നെ ഒഴിക്കാനുള്ള നെയ്യ് വേണം, അതിനുള്ള സ്പൂൺ വേണം, എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടായാലും. അങ്ങനെ പെട്ടെന്ന് തന്നെ ദോശ ചുടൽ പരിപാടി തുടങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ ചമ്മന്തി അരച്ചു വെച്ചു. ഇന്ന് ഇത്തിരി നേരത്തെ വിളിച്ചില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവുന്നുള്ളതുകൊണ്ട് പിള്ളേരെ പെട്ടെന്ന് പോയി വിളിക്കുകയാണ്. ഇല്ലെങ്കിൽ ആടിത്തൂങ്ങി എണീറ്റ് വരുമ്പോഴത്തേക്കും സമയം പോകും. ആദ്യത്തെ ദിവസമല്ലേ, ലേറ്റായി നമ്മുടെ മൂടും കളയണ്ട, സ്കൂൾ ബസ്സുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ട. പൊങ്ങി വരാൻ ഇത്തിരി മടിയൊക്കെയായിരുന്നു. ഇന്ന് കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകാം എന്നുള്ള സന്തോഷത്തിൽ എന്തായാലും എണീറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വെക്കേഷൻ ടൈമിലൊക്കെ അവർ 8:30, 8:45 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി മുതൽ അതൊന്നും നടക്കുകയല്ല. 7:25, 7:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങണം. അതുകൊണ്ട് തന്നെ ഭയങ്കര മടിയായിരുന്നു. ഇത്ര രാവിലെ അവർക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ പോളിങ് വളരെ കുറവായിരുന്നു. കുറച്ചൊക്കെ നിർബന്ധിച്ചും പതിയെ വാരി കൊടുത്തും പിന്നെ അടുത്തിരുന്ന് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞാണ് അത്രയിലൊന്ന് കഴിപ്പിച്ചത്. ഇന്നിപ്പോൾ അധികം പണികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അവരുടെ കൂടെ ഇരിക്കാൻ സമയം കിട്ടുന്നത്. നാളെ മുതൽ ഇതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടത്തില്ല. ആ ഇരുന്ന് കുറച്ച് ഉപദേശമൊക്കെ കൊടുത്ത് ക്ലാസ്സിൽ പോയി നന്നായിരിക്കണം, വർത്താനം പറയരുത്, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് കുറേ എൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് ബോറടിച്ചിരുന്നിട്ടാട്ടോ അവർ കഴിക്കണേ. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടും കളർ ഡ്രസ്സിലായതുകൊണ്ടും രണ്ടെണ്ണത്തിനെ ഞാൻ ഒരുക്കാൻ നോക്കി. അപ്പോൾ അവർ ചോദിക്കുക, ഞങ്ങൾ എന്താ പെൺകുട്ടികളാണ് ഇതുപോലെയൊക്കെ ഒരുക്കി വിടാമെന്ന്. ഞാൻ എത്ര കൈപ്പണി എടുത്തിട്ടും കാര്യമില്ല. അവന്മാർ അതിൻ്റെ മേളിൽ കൂടെ ഒന്നുകൂടി ഒരു മിനുക്കുപണി നടത്തി അത് കൊളാക്കും. പിന്നെ അവരത് തന്നെ ചെയ്യുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാനും അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കും. അങ്ങനത്തെ ഞങ്ങളെല്ലാം കൊണ്ടും റെഡിയായി. ഇനി പ്രാർത്ഥന കഴിഞ്ഞ് അങ്ങോട്ട് പോയേച്ചാൽ മതി. അപ്പം ഇന്നത്തെ ദിവസം അറിവിൻ്റെ ലോകത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.